നാളികേര ഉൽപ്പാദകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് തേങ്ങ സംഭരിച്ച് അതേ ഗ്രാമത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വിറ്റഴിച്ച് പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ആലപ്പുഴയിലെ കരപ്പുറം നാളികേര ഉൽപ്പാദക കമ്പനി. നാളികേരത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കേര കർഷകരെ സഹായിക്കുന്നതിനായി കർഷകർ തന്നെ ഓഹരിയെടുത്ത് രൂപീകരിച്ച കമ്പനിയുടെ വെളിച്ചെണ്ണ ഫാക്ടറി ഏപ്രിൽ 30-നാണ് ചേർത്തല തെക്ക് പഞ്ചായത്തിലെ അരിപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചത്. അരൂർ മുതൽ കോട്ടപ്പള്ളി വരെയുള്ള പ്രദേശത്തെ 5000-ഓളം കേര കർഷകർ ഓഹരി ഉടമകളായിട്ടുള്ള കരപ്പുറം നാളികേര ഉൽപ്പാദക കമ്പനി ഇക്കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് സ്വന്തം വെളിച്ചെണ്ണ ഫാക്ടറിയിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചത്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ കർഷകരിൽ നിന്ന് നേരിട്ടും നാളികേര ഉൽപ്പാദക സംഘങ്ങൾ വഴിയും നാളികേരവും കൊപ്രയും ശേഖരിക്കും. സർക്കാർ കിലോ 27 രൂപ നിരക്കിൽ നാളികേരം എടുക്കുമ്പോൾ കമ്പനി 29 രൂപയാണ് കർഷകർക്ക് നൽകുന്നത്. തേങ്ങ പച്ചത്തേങ്ങായിട്ട് തന്നെ കൊണ്ടുവന്ന് ഇവിടെ ചൊവ്വ വ്യാഴ ദിവസങ്ങളിൽ കൊടുക്കാൻ പറ്റും. അതിന് പൈസയും കിട്ടുന്നുണ്ട്. അത് ഈ നാട്ടിലെ കേര കർഷകർക്ക് പുതുതായി കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഭവമാണത്. സ്വന്തമായി ബ്രാൻഡ് ചെയ്ത വെളിച്ചെണ്ണ കടകളിലും വീടുകളിലും എത്തിച്ചു വിൽക്കുന്നു. പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് 2 തവണ ശുദ്ധീകരിച്ച മായമില്ലാത്ത വെളിച്ചെണ്ണ വീടുകളിൽ എത്തിക്കും. കൊപ്ര കാലിത്തീറ്റയായി ആവശ്യമുള്ളവർക്ക് വിൽക്കും. നല്ല നിലവാരമുള്ള തേങ്ങാവെള്ളം കമ്പനിയുടെ തന്നെ മറ്റൊരു യൂണിറ്റിൽ സ്ക്വാഷാക്കി മാറ്റാനുള്ള സംവിധാനമുണ്ട്. ചിരട്ട 60% ഡ്രയർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കും. ബാക്കി വിറകായി ആവശ്യമുള്ളവർക്ക് വിൽക്കും. ദിവസം 2.5 ടൺ കൊപ്ര വരെ വെളിച്ചെണ്ണയാക്കി മാറ്റാൻ ശേഷിയുള്ള കമ്പനി എണ്ണ കൂടുതൽ സ്ഥലങ്ങളിൽ വിൽക്കുന്നതിനായി സർക്കാരുമായും മാർക്കറ്റിംഗ് ഏജൻസികളുമായും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ മാഹിനോടൊപ്പം ടി കെ ഹരീഷ്, മീഡിയ 1, ആലപ്പുഴ.